നമ്മുടെ നിരത്തുകളിലുള്ള മിക്ക വൈദ്യുതിക്കാരിലും ഇവോക്ക് എന്ന് എഴുതിയിട്ടുണ്ടാകും. എന്താണ് ഇവോക്ക്? ഇവോക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് കേരള. ഞങ്ങളൊരു വാട്സാപ്പ് കൂട്ടായ്മയായിരുന്നു. 2021 തുടങ്ങിയ അസോസിയേഷനാണ്. അത് ഇപ്പോൾ വലിയൊരു 10,000 മെമ്പേഴ്സുള്ള ഒരു അസോസിയേഷനായിട്ട് മാറി. രജിസ്റ്റേർഡ് സംഘടനയാണ്. വൈദ്യുതിക്കാർ വാങ്ങാൻ ആളുകളെ ഒന്നുകൂടി ചിന്തിപ്പിക്കുന്ന ഒന്നാണ് ചാർജിങ്ങിനെ പറ്റിയുള്ള ആശങ്ക. ഇനി അത് വേണ്ടെന്നാണ് വാഹന ഉടമകളുടെ ഉറപ്പ്. എല്ലാവർക്കും ധൈര്യമായിട്ട് കേരളത്തിൽ എവിടെ വേണേലും അപ്പോൾ ഈ ചാർജിങ്ങിൻ്റെ യാതൊരു പ്രോബ്ലം ഇല്ലാതെ പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം. തന്നെയല്ല, ഈ ഒട്ടുമിക്ക വാഹന ഉടമകളും ഇവോക്കിൽ മെമ്പേഴ്സാണ്. അതുകൊണ്ട് അവർ ഇവോക്ക് ചാർജിങ് സ്റ്റേഷനാണ് ആദ്യം തന്നെ പ്രിഫർ ചെയ്യുന്നത്. വാഹന ഉടമകൾ ചേർന്ന് രജിസ്റ്റർ ചെയ്ത കമ്പനി ഇതിനോടകം 23 ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചു. 14 എണ്ണത്തിൻ്റെ ജോലികൾ അവസാന ഘട്ടത്തിലാണ്. ഞങ്ങളുടെ അസോസിയേഷൻ മെമ്പേഴ്സിന് 15 രൂപ ഡിസ്കൗണ്ട് റേറ്റാണ്. അത് മെമ്പേഴ്സ് അല്ലാത്തവർക്ക് 18 രൂപ. ഇപ്പം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ 22ഉം 30ഉം ഒക്കെ റേറ്റ് ആയിരുന്നു പെർ യൂണിറ്റിന്. ഇപ്പം എല്ലാവരും കുറച്ചിട്ടുണ്ട്, റേറ്റ് കുറച്ചിട്ടുണ്ട്. ഇവോക്കിൻ്റെ ഭൂരിഭാഗം ചാർജിങ് സ്റ്റേഷനുകളും ഹോട്ടലുകളോട് ചേർന്നാണ്. ആഹാരം കഴിക്കുന്ന സമയം കൊണ്ട് കാറിലും ഊർജം നിറയും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘു, അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. രഘു, വളരെ മാതൃകാപരമായ ഒരു കാര്യമാണല്ലേ. പലർക്കും ഇത് ചാർജ് ചെയ്യണം എങ്ങനെയാണ്, ദൂരയാത്ര പോകുമ്പോൾ പ്രശ്നമാണല്ലോ എന്നതൊക്കെയാണ് കുറച്ചുപേരെങ്കിലും ഈ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്ന കാര്യം. പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുക, അതും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും. എങ്ങനെയാണ് ഇതിനൊരു കൂട്ടായ്മയുടെ തുടക്കം വന്നത്? വാർത്തയിൽ പറഞ്ഞതുപോലെ നമ്മളെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് ഈ വൈദ്യുതി വാഹനങ്ങൾ ഇവിടെ ചാർജ് ചെയ്യും എന്നുള്ളത്. ഈ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചധികം സ്റ്റേഷൻ, ഇവോക്കൊക്കെ ധാരാളം സ്റ്റേഷനുകൾ സ്ഥാപിച്ചു. മറ്റു പല സംഘടനകളും അല്ലെങ്കിൽ പല കമ്പനികളും ഇത്തരത്തിൽ ചാർജിങ് സ്റ്റേഷനുകളൊക്കെ സ്ഥാപിച്ചതുകൊണ്ട് ഇപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു തുടക്കകാലത്താണ് ഈ ഇലക്ട്രിക് വാഹന ഉടമകൾ നേരിട്ട വലിയൊരു പ്രതിസന്ധി. കാരണം ഒന്നാമത് കാറുകൾക്കൊന്നും അത്ര വലിയ മൈലേജ് ഇല്ലായിരുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ ചാർജിങ് സ്റ്റേഷനുകളും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഇവർ ഇവോക്ക് എന്നുള്ളൊരു സംഘടന, ഇലക്ട്രോണിക് വെഹിക്കിൾസ് ഓണേഴ്സ് ഓഫ് കേരള എന്നുള്ളൊരു സംഘടന ഉണ്ടാകുകയും അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പായിട്ട് മാറുകയും പിന്നീട് കൂടുതൽ ആളുകൾ അതിലേക്ക് എത്തുകയും ഇപ്പോൾ 10,000 6,000 പേരൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയൊരു സംഘടനയായിട്ട് അത് മാറുകയും ഒപ്പം തന്നെ അത് നാട്ടുകാർക്കും ജനങ്ങൾക്കുമൊക്കെ പ്രയോജനം തരുന്ന രീതിയിലേക്ക് അത് വളരുകയും ചെയ്തതാണ് ആ സംഘടനയുടെ ഏറ്റവും വലിയ ഒരു ഗുണം അല്ലെങ്കിൽ നേട്ടമെന്ന് പറയുന്നത്. എന്ന് മാത്രവുമല്ല, ഈ സാധാരണ നിലയിൽ വലിയ കുത്തക കമ്പനികളൊക്കെ ഞാൻ വാർത്തയിൽ പറഞ്ഞതുപോലെ യൂണിറ്റിനൊക്കെ വലിയ നിരക്കായിരുന്നു ഈടാക്കിയിരുന്നത്. ഇവർ വന്നതോടുകൂടി ആ മേഖലയിൽ ഒരു മത്സരം വന്നു. അതോടുകൂടി കുറഞ്ഞ നിരക്കിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറി. പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ, നമ്മൾ നിശബ്ദ വിപ്ലവം എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ തന്നെ വലിയൊരു നിശബ്ദ വിപ്ലവമാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഇന്ധനം കത്തുമ്പോൾ ഉണ്ടാകുന്ന മലിനീകരണമൊക്കെ കുറച്ചുകൊണ്ട് വലിയ മാറ്റമാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. അങ്ങനെ ഒരു വാഹന ഉടമകൾ ചേർന്ന് ഇങ്ങനെ ഒരു ചാർജിങ് ഒരു ശൃംഖല തുടങ്ങുക എന്നൊക്കെ ഒരുപക്ഷെ ലോകത്തന്നെ ആദ്യമായിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും വളരെ നല്ല കാര്യമാണ്. അവർക്ക്, ആ ടീമിന് അഭിനന്ദനങ്ങൾ.